NV ബാലകൃഷ്ണൻ, എനിക്ക് താങ്കളും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൽ അംഗത്വം പുതുക്കാതെ പാർട്ടിക്ക് പുറത്തേക്ക് പോയ ആളെന്നാണ് അറിവ്. അന്ന് കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി TP ചന്ദ്രശേഖരൻ, ഒഞ്ചിയം ഏരിയ സെക്രട്ടറി. അന്ന് താങ്കളുടെ പ്രായത്തിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മനു തോമസിന് ഇപ്പോൾ വലിയ പ്രായമില്ല. ആ പ്രായത്തിൽ കണ്ണൂർ പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ CPM കൊടുക്കുന്ന വലിയൊരു അംഗീകാരമാണല്ലേ? എന്നിട്ടും ഇറങ്ങി വന്ന് പാർട്ടിയോട് നേർക്കുനേർ നിൽക്കാൻ മനുവിനെ പ്രേരിപ്പിക്കുന്നത് എന്താകുമെന്നാണ് താങ്കളുടെ ഒരു ധാരണ? NV ആദ്യം ഒരു ചെറിയൊരു കറക്ഷൻ പറയാം. ഞാൻ പാർട്ടി കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചന്ദ്രശേഖരൻ ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ആയിരുന്നില്ല. ഒഞ്ചിയം എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി അപ്പോൾ ചന്ദ്രശേഖരനെതിരായി ആദ്യം ശക്തമായി നിൽക്കുന്ന ഒരു കൂട്ടമായിരുന്നു. ആ ഒരു ചെറിയ കറക്ഷൻ. ഞാൻ ചന്ദ്രശേഖരൻ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായിട്ടാണ് അതെ ആ നിലയിലാണ് ദീർഘകാലം പ്രവർത്തിച്ചത്. CPMന്റെ ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആയി തുടരുന്ന സമയത്താണ് ആ സംഘടന ചന്ദ്രശേഖരന്റെ കൊലപാതകവും അതിനെ തുടർന്ന് CPMുമായിട്ടുള്ള ബന്ധം ക്രമത്തിൽ വിച്ഛേദിച്ച് അതിന് പുറത്തേക്ക് വന്നത്. ഏതാണ്ട് മനു ചെയ്തതുപോലെ തന്നെ മെമ്പർഷിപ്പ് പുതുക്കാതെ ഏറ്റവും അവസാനം പുറത്തേക്ക് കിടക്കുകയാണ് ഞാൻ ചെയ്തത്. CPMൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ CR ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വളരെ അത്ര ഒരു ലളിതമായ കാര്യങ്ങളൊന്നുമല്ല CPIയിൽ ഇപ്പോൾ ഈ P ജയരാജനെതിരായിട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ P ജയരാജനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിക്കെതിരായിട്ടുള്ള അതിശക്തമായ ചില നീക്കങ്ങൾ നടത്തിയത്. വടകരയിൽ മത്സരിച്ചിട്ടുള്ള ശൈലജ ടീച്ചറെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ശൈലജ ടീച്ചറെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വടകരയിൽ മത്സരിപ്പിച്ചത് എന്ന് വടകരയിലെ ആളുകൾക്ക് അഭിപ്രായമുണ്ട് എന്നൊക്കെ P ജയരാജൻ പറഞ്ഞതായി പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ, പത്രവാർത്തകൾ വിശ്വസിക്കാനേ പറ്റൂ. അതുമാത്രമല്ല, കേരളത്തിലാകെ ഇപ്പോൾ മനു തോമസ് വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. മനു തോമസ് പുതുതായി ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മനു തോമസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിലുള്ള അവസരം ഉപയോഗിച്ച് കേരളത്തിലാകെ സഞ്ചരിച്ച് പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം വെച്ച് പുലർത്തുന്ന പാർട്ടി നേതാക്കളെ ആകെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ജയരാജൻ നടത്തിയതായി കണ്ണൂരിലെ വളരെ പ്രധാനപ്പെട്ട പാർട്ടി സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ തെളിവ് ചോദിച്ചാൽ തെളിവൊന്നും നൽകാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ആ നിലയിലുള്ള ചർച്ചകളുണ്ട്, ആ നിലയിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ മനു തോമസ് അതായിരിക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് സൂചിപ്പിച്ചത്, പുതുതായിട്ട് ഗ്രൂപ്പ് രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ. ഈ നിലയിലുള്ള നീക്കങ്ങൾ ജയരാജന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ ജയരാജന് എതിരായുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് മനു തോമസ് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകൾ കണ്ണൂരിൽ ഉൾപ്പെടെയുണ്ട്. അതായത് പിണറായി വിജയനെതിരായിട്ടൊരു നീക്കം നടത്തിയാൽ വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി കിട്ടും. അങ്ങനെ ജയരാജനെതിരായിട്ടുള്ള വരമ്പത്തെ കൂലിയാണ് മനു തോമസിലൂടെ ഇപ്പൊ നടപ്പിലാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. മനു തോമസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം വെച്ച് മനു തോമസ് ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, അനുഭവങ്ങളില്ല. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ മനു തോമസ് CPMന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, അയാള് ഈ ഈ സ്വർണം പൊട്ടിക്കൽ സംഘമായിട്ട് കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധം നിലനിർത്തുന്നു. ആ ബന്ധം നിലനിർത്തുന്നത് സംബന്ധിച്ച് തൻ്റെ പാർട്ടി ഘടകമായിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നു എന്ന് മനു തോമസ് പറയുന്നുണ്ട്. മനു തോമസ് അത് പറഞ്ഞെങ്കിലും അതിലെ മനു തോമസ് ജില്ലാ പ്രസിഡന്റാണ്, സെക്രട്ടറിക്കെതിരായിട്ടാണ് ആക്ഷേപം. ആ ആക്ഷേപം ജില്ലാ കമ്മിറ്റിക്കകത്ത് വന്നിട്ട് ജില്ലാ കമ്മിറ്റിക്കകത്ത് വിശേഷിച്ച് ചർച്ചയൊന്നും നടക്കുന്നില്ല. കഴിഞ്ഞ ഒക്ടോബർ 23 അങ്ങനെയോ മറ്റോ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. 2023 ഒരു സംഭവമാണ് ഉന്നയിക്കുന്നത്. ചർച്ചയൊന്നുമില്ല. അതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിക്ക് അത് കത്തായിട്ട് എഴുതി കൊടുക്കുന്നു, ചർച്ച ചെയ്യുന്നില്ല. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് കൊടുക്കുന്നു. പക്ഷെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു ചർച്ചയും തീരുമാനം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, മനു തോമസിനെ പിന്നെ സംഘടനാ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത അവസ്ഥയിൽ കണ്ണൂരിൽ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. മനു തോമസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ജില്ലാ ജാഥ, DYFIയുടെ ഒരു ജില്ലാ ജാഥ കൂത്തുപറമ്പിൽ എത്തുന്ന സമയത്ത് കൂത്തുപറമ്പിൽ ഫ്യൂസ് ഊരിയിട്ട് കണക്ഷൻ വിച്ഛേദിച്ച് സമ്പൂർണ്ണമായി ഇരുടാക്കി ഇയാൾക്ക് സംസാരിക്കാൻ മൈക്കും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് നാട്ടില്. എവിടെയാണ്? സാക്ഷാൽ കണ്ണൂരാണ്, സാക്ഷാൽ കൂത്തുപറമ്പാണ്. ജാഥ നയിക്കുന്നത് സാക്ഷാൽ കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് ഫ്യൂസ് വരാൻ മാത്രം കരുത്തരാണ് അന്നേ അവർ. ആ കരുത്തന്മാരിൽ ഒരാൾ ഇന്ന് പറയുന്നുണ്ട് മനു തോമസിനോട് മിണ്ടിക്കഴിഞ്ഞാൽ തീർത്തളയുന്നു.
അതെ 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 തില്ലങ്കേരിയുടെ ഭീഷണി വന്നിട്ടുണ്ട്, ഇപ്പോഴും പറയാണ്. അപ്പോൾ ആ നിലയിലേക്ക് ചുരുക്കത്തിൽ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു അധോലോക മാഫിയ സംഘമായി CPIM മാറി തീർന്നിരിക്കുന്നു എന്ന് സമ്പൂർണമായി ആർക്കും തെളിവുകൾ സഹിതം പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധപ്പതിച്ച് കഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വേദനാജനകമാണ് ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ, നിങ്ങൾ ഓർക്കണം, ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന കാലത്ത് ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ലോകമഹായുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകം കടുത്ത വറുതിയിലേക്ക്, അതുപോലെ മാറാവ്യാധികളിലേക്ക്, കോളറ, അതുപോലെ തന്നെ വസൂരി, ഇതുപോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു, നോക്കാനും പറയാനും ആളില്ല. ഭക്ഷണത്തിന് ഭക്ഷ്യക്ഷാമം അത്ര രൂക്ഷമാണ്. ആ സമയത്ത് ഈ നിർധനരായിട്ടുള്ള മനുഷ്യരെ, നിസ്വരായ മനുഷ്യരെ ചികിത്സിക്കാനും ശുശ്രൂഷിക്കാനും ചെന്നിട്ട്, അല്ലാതെ ഗോവിന്ദ മാഷ് പറയും പോലെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പഠിപ്പിച്ചിട്ടൊന്നുമല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത്. അങ്ങനെ സാധാരണക്കാരനായ മനുഷ്യന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി വർഗ സമരത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയം, അതുപോലെ തന്നെ കർഷകരുടെ സംഘടന, അതുപോലെ ബസ് സ്റ്റാൻഡിൽ ചുമട്ടുതൊഴിലാളികളുടെ സംഘടന, എവിടെയൊക്കെയാണോ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത് അവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു ശക്തിയാക്കി മാറ്റി ഭരണകൂടത്തോട് ഏറ്റുമുട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം മാർക്സിസമാണ്, വർഗ സമരത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. അവിടുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറപ്പെട്ടു പോന്ന് ഈ നിലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി കേരളീയ സമൂഹത്തിന് മഹത്തായ സംഭാവനകൾ നൽകി. അതൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ കണ്ണൂരിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പാട്യം ഗോപാലൻ്റെ ഒക്കെ ഒരു കാലത്തിന് ശേഷം MV രാഘവനൊക്കെ അവിടുത്തെ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി നേതാവൊക്കെ ആയി മാറി വരുന്ന കാലത്താണ് ഈ പറയുന്ന ശക്തിയുടെ, ബലത്തിന്റെ, കരുത്തിന്റെ, അതായത് ഏറ്റുമുട്ടി എതിരാളിയെ നിഷ്പ്രഭമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആരംഭം ഉണ്ടാവുന്നത്. നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. നേരത്തെ CR പറഞ്ഞതുപോലെ തങ്ങൾക്കെതിരായി വരുന്ന ആക്രമണങ്ങളെ, അതായത് ജന്മി നാടുവാഴി വാഴ്ചയുടെ ഭാഗമായി, അതുപോലെ പോലീസിന്റെ ഭാഗമായി, അതുപോലെ വലിയ പ്രമാണിമാരുടെ ഭാഗമൊക്കെയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി അവരുടെ പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും തകർക്കുന്നതിന്, അവർ പാവപ്പെട്ടവരോട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനൊക്കെ വലിയ തോതിലുള്ള അക്രമങ്ങൾ ഈ സമ്പന്ന വർഗത്തിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ഈ പറയുന്ന കരുത്ത് കാണിക്കാൻ തുടങ്ങിയത്. അതൊരു കാലം വരെ നിലനിന്നിട്ടുണ്ട്, ഞാനതിന് കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് സാധാരണ തൊഴിലാളികളോട്, ജനങ്ങളോട്, അതുപോലുള്ള ആളുകളോടൊക്കെയുള്ള ബന്ധം പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതെ വേണം. അതിന് പകരം വലിയ സമ്പന്നരും പ്രമാണിമാരും ഒക്കെ ആയിട്ടുള്ള ആളുകളായിട്ടാണ് ബന്ധം. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒക്കെ വരെ വന്നൊരു ചർച്ചയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരായ പലരും മരണപ്പെടുമ്പോൾ ആ വീട്ടിലൊന്ന് കയറി ചെല്ലുന്നതിന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർക്ക് നേരമില്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ അയാളുടെ ഉപ്പ മരിച്ച സമയത്ത്, അയാളുടെ പിതാവ് മരിച്ച സമയത്ത് ദിവസങ്ങളോളം, ഒരു ദിവസം ഭാര്യ, പിറ്റേന്ന് പിണറായി നേരിട്ട് വന്ന് ഒരുപാട് മണിക്കൂറുകൾ, അതിനുശേഷം റിയാസ്, ഇങ്ങനെ എല്ലാവരും ആ വീടുകളിൽ ഒരാളോട് മാറാതെ എല്ലാ ദിവസങ്ങളും ആളുണ്ടാവും. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ മനുഷ്യനോടുണ്ടായിരുന്ന ബന്ധവും കാര്യങ്ങളൊക്കെ മാറി അതിന് പകരം വലിയ പ്രമാണിമാരുമായിട്ടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഇടപാടുകളും ഒക്കെ മാറി തീർന്നു വന്നപ്പോൾ, എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും പാർട്ടിക്കുള്ളിൽ അടിത്തട്ടിൽ താങ്കൾ ഈ പറയുന്ന വിമർശനങ്ങൾ വിമർശന രൂപത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്.